JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞു പോയിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാവണ്ട. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് C5 സ്ട്രീം ചെയ്യുന്നുണ്ട്. ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു. ഇതിന്റെ ടൈറ്റിൽ കാർഡ് മാറ്റണം, ജാനകി എന്നുള്ള പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഈ സിനിമയിൽ കുറെ പോർഷൻസിൽ ജാനകി എന്നുള്ള പേര് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, കുറെ പോർഷൻസിൽ ജാനകി തന്നെ ഉണ്ട്. പിന്നെ എന്തിന് കോൺട്രവേഴ്സി മനസ്സിലാവുന്നില്ല. ഇപ്പൊ തിയേറ്ററിലെ ആൾക്കാരൊക്കെ ആയിട്ടാണല്ല മന്ത്രം തന്ത്രം കുതന്ത്രം ആയിരുന്നോ? കാരണം ഇപ്പൊ എവിടെ കോൺട്രവേഴ്സി ഉണ്ടോ അവിടെ ആൾക്കാരുണ്ട്. കുറച്ചായിട്ടുള്ള മലയാളം സിനിമ എടുത്തു നോക്കിയാൽ മതി, ഇപ്പൊ അതാണ് ട്രെൻഡ്. അപ്പൊ ഞാൻ പറയുന്നത് പേഴ്സണലി എന്റെ കാര്യമാണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടമായോ ഇല്ലേന്ന് മാത്രമാണ്. അതിനർത്ഥം എല്ലാവർക്കും അങ്ങനെ ആവുന്നൊന്നും അല്ല. വാച്ച് മൂവീസ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നേ ഞാൻ പറയുള്ളൂ. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സെക്കൻഡ് ഹാഫ് ആണ് കയ്യിൽ നിന്ന് പോയ പോലെ തോന്നിയത്. സോ സെക്കൻഡ് ഹാഫ് എന്താണ്, അഭിലാഷ് പിള്ളയാണോ എഴുതിയത്? സാധാരണ അങ്ങനെയല്ല, ഫസ്റ്റ് ഹാഫ് തെക്കോട്ടാണെങ്കിൽ സെക്കൻഡ് ഹാഫ് വടക്കോട്ടായിരിക്കും. സോ അങ്ങനെ മൂപ്പരാണെങ്കിൽ ഈ മറ്റേ സുമതി വളവ് 10ാം വളവ് പോലെ ജാനകി വളവ് എന്നായിരിക്കും ടൈറ്റിൽ. എന്നാ പിന്നെ അതുകൊണ്ടല്ല. സോ SG സുരേഷ് ഗോപി കിഡു ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലാണ് അങ്ങനെ കാണാതായത്. ഫസ്റ്റ് ഹാഫ് നൈസ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് there is only one and only SG. നൈസ് ആയിരുന്നു. എസ്പെഷ്യലി അങ്ങേര് മറ്റേ കോടതിയിലുള്ള അങ്ങേരുടെ ഡയലോഗ്സ്, ഇംഗ്ലീഷ് ഡയലോഗ്സ്, വോയിസ് മോഡുലേഷൻസ്, എക്സ്പ്രഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് വിയേർഡ് ആയിട്ട് തോന്നിയതും ഇങ്ങനെ ഇടയ്ക്ക് താടി വന്നിട്ട് ഒരു വെപ്പ് താടി പോലെ തോന്നിയത്, അത് മാത്രമാണ് വിയേർഡ് ആയി തോന്നിയത്. ബാക്കി അത്യാവശ്യം ത്രിൽ അടിപ്പിക്കുന്ന എലമെന്റ്സ് ഒക്കെ ഉള്ള നല്ലൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സോ കോൾഡ് സൂപ്പർ സ്റ്റാർ മാധവ് സുരേഷിനെ പറ്റിയും പറയണം. ഇതാണ് ആളുടെ ഡെബ്യൂ പടം, അല്ലാതെ കുമ്മാട്ടിക്കളിയല്ല. ആൾ ഒരു വൻ തോൽവിയായിരുന്നു കേട്ടോ. പേഴ്സണലി എടുത്ത് പറയാലോ, വൻ തോൽവിയായിരുന്നു. ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് വരെ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. ചിലരൊക്കെ നമുക്ക് ചിരി വരും. സോ ആളുടെ ഡെബ്യൂ ആയതുകൊണ്ട് ഒന്നും പറയാനൊന്നും പറ്റില്ല. പിന്നെ ഭാവിയിൽ പുതിയ പുതിയ പടങ്ങൾ വരുമ്പോൾ മാറുന്നു വിചാരിക്കുന്നു, അറിയില്ല. ആൻഡ് അനുപമയാണ് ഇതിൽ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സോ ഇതിൽ അനുപമയ്ക്കുള്ള റോൾ പോലും സുരേഷ് ഗോപിക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അനുപമ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത്. പക്ഷെ ആള് സ്ക്രീം ചെയ്യുന്ന 1-2 സീൻ ഉണ്ട്, അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ബാക്കി ആരെയും പെർഫോമൻസ് എടുത്ത് പറയത്തക്ക ഒന്നുമില്ല. സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നു ഏകദേശം എടുത്ത് പറയണെന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് ഒരു 3/4 മണിക്കൂറൊക്കെ ആകുമ്പോൾ എല്ലാം മുഖ്യമന്ത്രിയുടെ തലയിലോട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തലയിലോട്ട് എന്തുണ്ടായാലും മുഖ്യമന്ത്രി രാജിവെക്കണം ആ ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് ഈ പടം പോയി. അവിടുന്ന് അങ്ങോട്ട് എനിക്ക് വലിയ ഇഷ്ടമായതൊന്നുമില്ല. ആൻഡ് ഇതിന്റെ ക്ലൈമാക്സ് പോർഷൻ കുറച്ചും കൂടി കമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഫൈറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫൈറ്റ് ഒക്കെ സ്ലോ മോഷൻ ഫൈറ്റ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അതൊരു കമേഴ്ഷ്യൽ എലമെന്റ്സ് കൊണ്ടുവന്നപ്പോ തന്നെ പോയി. പിന്നെ ലാസ്റ്റ് കോടതിയിലുള്ള വാദവും കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി അത്ര വർക്കായില്ല. പക്ഷെ ആ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് പടം എന്നൊക്കെ പറയാം. കിടു പടം, വൻ പടം അല്ലെങ്കിൽ വൻ ബോർ പടം എന്നൊന്നും തോന്നിയില്ല. ഒരു ആവറേജ് പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഇത് ഇനി നന്നാക്കായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സുരേഷ് ഗോപിക്ക് കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ് കൊടുക്കായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആസിഫ് അലിയുടെ ബ്രദർ ഇതിലൊരു പോലീസ് കോൺസ്റ്റബിൾ ആണ് തോന്നുന്നു ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങേരെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആസിഫ് അലിയുടെ ചില മാനറിസംസ് ഒക്കെ കാണാം. പക്ഷെ അഭിനയൊക്കെ വൻ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ വേണ്ടവർ കണ്ടു നോക്കുക. നമ്മുടെ ദിവ്യാപിള്ള ഉണ്ട്, ദിവ്യാപിള്ളയ്ക്കും വലുതായിട്ട് പെർഫോം ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല. സോ ഇതിലെ ട്വിസ്റ്റ് അത്യാവശ്യം കൊള്ളായിരുന്നു. ആരും പ്രെഡിക്ട് ചെയ്യാത്തൊരു ട്വിസ്റ്റ് ആണ്. പക്ഷേ അത് കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നാവുമായിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ത്രില്ലിംഗ് എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് കാര്യങ്ങളൊന്നും ഇല്ല. സോ വേണ്ടവർ കണ്ടു നോക്കുക. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് പടമായിട്ടാണ് തോന്നി. ചിലർക്ക് ഇത് കിടു പടമായിരിക്കും, ചിലർക്ക് ഇത് ബോർ പടമായിരിക്കും. ആൻഡ് ഐ ഡോണ്ട് കെയർ.